യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ വീട് കോട്ടയം ജില്ലയിലാണ്, പൊൻകുന്നത്താണ്. രാധാദേവി അന്തർജനം. ഞാനൊരു ബ്രാഹ്മണ സ്ത്രീയാണ്. ഞാൻ വൈകിയാണ് ഞാൻ ഈ ഒരു ഇതിലേക്ക് വരാൻ പറ്റത്. എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. മരണം വരെ ഞാൻ ഇനി ഈ ഉടമ്പടി തന്നെ മുമ്പോട്ട് പോകുമെന്നുള്ള ഒറ്റ ഒരു ലക്ഷ്യമാണ്. ഞാൻ ആദ്യം ഉടമ്പടി എടുത്ത ഒരു വ്യക്തിയാണ്. ഉടമ്പടി എടുത്ത് ഞാൻ യൂട്യൂബ് വഴി ഉടമ്പടി എടുത്തു. ഈ പള്ളിയെപ്പറ്റി എനിക്ക് എൻ്റെ കൂട്ടുകാർ പറഞ്ഞു മുഖാന്തരം ഞാൻ അറിഞ്ഞു. യൂട്യൂബ് വഴി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുമായിരുന്നു. സായാജ്ഞ പ്രാർത്ഥനയും പ്രഭാത പ്രാർത്ഥനയും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് എനിക്കൊരു ജോലി, നല്ലൊരു ജോലി, എൻ്റെ ഇതിൽ അനുസരിച്ച് എനിക്ക് നല്ലൊരു ജോലി കിട്ടി. ആ ജോലി ഞാൻ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരുന്നു. ആ ജോലി കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ പ്രാർത്ഥന മുടങ്ങിയും കഴിഞ്ഞു. പിന്നീട് എനിക്ക് ഇങ്ങോട്ട് വരണമെന്നുമില്ല. വരാമെന്നും പറഞ്ഞാണ് ഞാൻ അമ്മയോട് അപേക്ഷിച്ചത്. പക്ഷേ ജോലി കിട്ടിയിട്ട് എനിക്ക് ഇരിക്കാൻ 2 അവധിയുള്ളായിരുന്നു എനിക്ക് മാസം. പക്ഷേ എങ്കിലും ഞാൻ 2 അവധി ഉണ്ടായിട്ട് ആ അവധിയിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി എൻ്റെ കാര്യങ്ങൾ, പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടത്താനുള്ള എനിക്ക് കിട്ടി. ഞാൻ എന്നിട്ട് അമ്മയെ കാണാനുള്ള വൈകി ഞാൻ വരാൻ. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ അമ്മയെ വിളിച്ച് എന്നിട്ടെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ അമ്മയെ വിടുന്നില്ല, കൈവിടുന്നില്ല. എങ്കിലും ഞാൻ കൂടുതലായിട്ട് അമ്മയെ അഭയം പ്രാപിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ പ്രാപിച്ച് വീണ്ടും എനിക്കൊരു ജോലി കിട്ടി. ജോലി കിട്ടിക്കഴിഞ്ഞിട്ടും ആ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോഴും എൻ്റെ മനസ്സിൽ വിചാരിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ജോലി കിട്ടിയല്ലോ എന്നുള്ള ആ ഒരു അപ്പം എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും കൂടെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ജോലി കിട്ടണമെന്നായിരുന്നു ആഗ്രഹം. 15 വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തിട്ട് പിരിഞ്ഞ് 15 വർഷമായിട്ട് അവർ കാണാതെ നിന്നൊരു കുട്ടിയാണ്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് ഒരുമിച്ച് ജോലിക്ക് പോകാമെന്ന് പറഞ്ഞ് ഒരുമിച്ച് ഞങ്ങൾക്ക് എങ്ങും കിട്ടുകയെന്ന് പറഞ്ഞു. അവസാനം ഞങ്ങൾ മാതാവിൽ ഈ യൂട്യൂബ് വഴി പ്രാർത്ഥിച്ച് പറഞ്ഞു, മാതാവ് ഞങ്ങൾക്ക് 2 പേർക്കും കഴിഞ്ഞ 23 ജനുവരി മാസം 30-ാം തീയതിക്കുള്ളിൽ ഞങ്ങളെ ജോലിക്ക് വേണ്ടി ഞങ്ങളെ 2 പേരെയും കൂടെ ഒരിടത്ത് വിളിക്കണേ മാതാവ്, ഞങ്ങളവിടെ വരാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫസ്റ്റ് ഞങ്ങൾക്ക് 2 പേർക്കും ജോലി കിട്ടിയത്. ആ ജോലി കിട്ടിയിട്ടും ആ ജോലിയാണ് ഈ മാതാവിലേക്ക് ഞാൻ വന്നില്ല. മാതാവിനെ ഞാൻ മറന്നു. ഞങ്ങൾ 2 പേരും മറന്നു. ആദ്യം അവൾ ആ ജോലിയിൽ നിന്ന് പോയി, ഞാനും ആ ജോലിയിൽ നിന്ന് പോയി. എനിക്കിത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല, മുടങ്ങിപ്പോയി. അങ്ങനെ നിന്ന് കഴിഞ്ഞാണ് വീണ്ടും പ്രാർത്ഥിച്ച് എനിക്ക് വീണ്ടും ഒരു ജോലി ഇപ്പം കിട്ടി. അതിലും വലിയൊരു നല്ല ജോലിയാണ് കിട്ടി. മാതാവിനെ പ്രാർത്ഥിച്ച് എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ ആ ജോലി മുമ്പോട്ട് പോയിട്ടും മാതാവിനെ മറന്നെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ എനിക്കിങ്ങോട്ട് വരണമെന്നുള്ള ആ ഒരു ഇത് തോന്നുന്നില്ല. എന്തോ എനിക്ക് സമയം കിട്ടുമ്പം ഞാൻ നന്മ നിറഞ്ഞവരെ ചെല്ലും, വിശ്വാസ പ്രമാണം ചെല്ലും, അത്രമാത്രം. അല്ലാണ്ട് വലുതായിട്ടുള്ള ഒരു ഇത് വെക്കുന്നില്ല. ഞാൻ എൻ്റെ കാര്യങ്ങൾ മാത്രം അങ്ങ് ചെയ്യുക. അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ആഗസ്റ്റ് മാസം 29-ാം തീയതി എൻ്റെ അക്കൗണ്ടിൽ നിന്നൊരു 7,000 രൂപയോളം നഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്കിത് അറിഞ്ഞുകൂടായിരുന്നു, എന്താണെന്നുള്ളത് അറിഞ്ഞുകൂടായിരുന്നു. ഞാനിത് ടെക്സ്റ്റ് മെസ്സേജ് നോക്കിയപ്പം ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ അവർ സർവീസ് ചാർജ് 1 വർഷത്തെ പിടിച്ചതാണെന്നാണ് ആ മെസ്സേജ് കണ്ട്. ഞാൻ അന്നേരം തന്നെ ബാങ്കിലേക്ക് വിളിച്ചപ്പോൾ പറയുന്നത് ഇങ്ങനെ കാർഡിൻ്റെയാണ്. അപ്പം ഞാൻ ആ കാർഡ് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അതിൻ്റെ കാലാവധി 30 വരെയുണ്ട് ആ കാർഡിൻ്റെ കാലാവധി. അപ്പം ഞാൻ ബാങ്കിൽ വിളിച്ച് പറഞ്ഞ കാർഡ് ക്യാൻസലാക്കിയാലേ ഇതുള്ളൂ, അപ്പം പൈസ തിരിച്ച് കിട്ടുകയില്ല. ഞാൻ പറഞ്ഞു വേണ്ട, തിരിച്ച് കിട്ടണ്ട, എനിക്ക് ആ കാർഡ് ഒന്ന് ക്യാൻസലാക്കി തന്നാൽ മതിയെന്ന്. അങ്ങനെ അതിപ്പം പറഞ്ഞു മേഡം ഇവിടെ വന്ന് ക്യാൻസലാക്കിയാൽ മതിയെന്ന് പറഞ്ഞ് ഞാൻ ഓണത്തിൻ്റെ 19-ാം തീയതി വെക്കേഷന് ഞാനും എൻ്റെ അനിയത്തിയും കൂടെ പോയി അത് ക്യാൻസലാക്കാനായിട്ട് അവിടെ ചെന്നു. ക്യാൻസലാക്കാനായിട്ട് ചെന്നപ്പം നവംബർ മാസം ചെല്ലാനാണ്. ഒക്ടോബർ 3-ാം തീയതി ക്യാൻസലാക്കി തരും, അന്നേരം അവിടെ വന്നോളാൻ പറഞ്ഞു. അങ്ങനെ അവിടെ 3-ാം തീയതി ചെന്ന് കഴിഞ്ഞപ്പം പറയുന്നത് അത് ശരിയായിട്ടില്ല, പിറ്റേ ദിവസം വരാൻ പറഞ്ഞു. 4-ാം തീയതി 4-ാം തീയതി ചെന്ന് കഴിഞ്ഞപ്പം കാർഡ് അവർ നോക്കിയിട്ട് പറഞ്ഞു എൻ്റെ അക്കൗണ്ടിൽ നിന്ന് 6,000 രൂപയോളം ക്രെഡിറ്റ് കാർഡ് എടുത്ത് ആരോ യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് പറഞ്ഞു. അതിന് പെട്ടെന്ന് എനിക്കൊരു ഇതായി. ഞാൻ കാർഡ് ക്യാൻസലാക്കാൻ കൊടുത്തതാണ്, എന്നിട്ട് ഈ പൈസ ഇത്രയും പോയി. അപ്പം ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് എന്തോ എനിക്കൊരു ഭയങ്കരമായിട്ട്. അന്നേരം ഞാൻ പോകുമ്പോൾ എൻ്റെ കയ്യിൽ നേർച്ച വസ്തു, എൻ്റെ കാശി രൂപ എൻ്റെ കയ്യിലുണ്ട്. നേരത്തെ ഞാൻ ഉടമ്പടി എടുത്ത് പോയതാണല്ലോ. അപ്പോൾ ഈ കാശി രൂപമായിട്ടാണ് ഞാൻ പോകുന്നത്. അവിടെ ചെന്ന് അവർ ക്യാൻസലാക്കി തരാമെന്ന് പറഞ്ഞു. ഇവിടെ വന്നിട്ട് ഇത്രയും രൂപ നഷ്ടപ്പെട്ടു, അങ്ങോട്ട് ആ ക്യാഷ് അടയ്ക്കാതെ ഈ കാർഡ് ക്യാൻസലാക്കാൻ ഒരിക്കലും സാധിക്കത്തില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ കൂടെ വന്ന് എൻ്റെ അച്ഛനും എൻ്റെ റിലേഷനും എല്ലാവരും എന്നെ വഴക്ക് പറയുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് അങ്ങ് കരയുക. അപ്പോൾ അവർ പറയുന്നത് നിയമപരമായിട്ടാണ്, ഞാൻ കാർഡ് യൂസ് ചെയ്തിട്ടില്ലെങ്കിലും എൻ്റെ ID പ്രൂഫ് ഇട്ടാണ് ക്യാഷ് എടുത്തേക്കുന്നത്. ഞാനിത് അടച്ചെങ്കിലല്ലേ 60,000 രൂപയും അതിൻ്റെ പലിശയും കൂടെ ഉണ്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് കരഞ്ഞു. അപ്പം ഞാൻ ജോലി സ്ഥലത്തുകൊണ്ടാണ് രാവിലെ ഞാൻ 4-ാം തീയതി അവിടെ കോട്ടയത്ത് വരുന്നത്. ബാങ്കിൽ വന്നു. വൈകുന്നേരത്തെ 8 മണിയായപ്പോൾ എനിക്ക് അവിടെ ചെല്ലണം. ഞാൻ ഞാൻ അവിടെ എറണാകുളത്ത് എത്തിക്കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. 2 ദിവസം ഞാൻ വല്ലാത്തൊരവസ്ഥ ഞാൻ നിൽക്കും. എന്താണെന്നുള്ള എനിക്ക് ജോലിയിൽ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നില്ല, ഫീസ്, ഹോസ്റ്റൽ ഫീസ്, എല്ലാ കാര്യങ്ങൾക്കും തടസ്സം വരുന്നു. അന്നേരം അവിടെ നിന്ന് മേഡത്തിനോട് ഞാൻ പറഞ്ഞു, മേഡം ഞാൻ 6-ാം തീയതി ഞാൻ പറഞ്ഞു, മേഡം ഞാൻ വീട്ടിൽ പോവാം, 7-ാം തീയതി മേഡം ഞാൻ നാളെ വീട്ടിൽ പോവാണ്, എനിക്ക് വീട്ടിൽ പോകണം, എൻ്റെ കാര്യങ്ങളെല്ലാം പരിഹരിച്ചിട്ട് ഞാൻ വരുന്നുള്ളൂ
എന്ന്. അന്നേരം മേഡം എന്നോട് പറഞ്ഞു, മോള് പോവുകയാണെങ്കിൽ എങ്ങനെയാ പോകണ്ട എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പോകണം എന്ന്. അങ്ങനെ ഇപ്പം 7-ാം തീയതി വൈകുന്നേരം ഞാൻ എൻ്റെ അനിയത്തെ വിളിച്ചു. ഞാൻ പറഞ്ഞു, എടി ഞാൻ വീട്ടിൽ പോകാണെന്നപ്പം എൻ്റെ അനിയത്തി പറഞ്ഞു, ചേച്ചി വീട്ടിലും പോകണ്ട, ബാങ്കിലും പോകണ്ട, ഇനിയും ചേച്ചി വേഗം കൃപാസനത്തിലേക്ക് പോയി ഉടമ്പടി എടുത്തു. ചേച്ചി ഉടമ്പടി എടുത്ത് ഉഴപ്പി എൻ്റെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനു മുമ്പ് ഓണത്തിന് ചെന്നപ്പോഴും ഉടമ്പടി എടുക്കുന്ന കാര്യം പറഞ്ഞു. ഞാൻ ഉടമ്പടി എടുത്ത ബുക്ക് നോക്കിയിട്ട് കണ്ടില്ല, ഉടമ്പടി എവിടെയാണെന്നൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ വീണ്ടും ഇവിടെ വന്ന് പുതിയതായിട്ടൊരു ഉടമ്പടി എടുത്തു. 8-ാം തീയതി ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. 8-ാം തീയതി ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് ഞാൻ അന്നേരം ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് രാവിലെ ഉടമ്പടി എടുക്കാനായിട്ട് നവംബർ 8-ാം തീയതി ഞാൻ ഇവിടെ വരുന്നു. ഉടമ്പടി എടുക്കാൻ രാവിലെ വന്നു കഴിഞ്ഞപ്പം ഉടമ്പടി എടുക്കാൻ വരുന്ന ഒരാൾക്ക് ഒരു ചെറിയൊരു ഹാൻഡ് ബാഗ് മാത്രം മതിയല്ലോ, സാധാരണ വേറെ ഒന്നും വേണ്ട, പൈസ മതി. ഞാൻ 2 പ്രാവശ്യം ഞാൻ എൻ്റെ അലമാര തുറന്നിട്ടും വീണ്ടും ഞാൻ എന്ത് ചെയ്തു, എനിക്കെന്തോ മാതാവ് എന്നെ തോന്നിക്കുന്നതായിരിക്കാം എന്നല്ലാണോ ഇപ്പോഴെനിക്കത് തോന്നുന്നുണ്ട്. ഞാൻ ആ ബാങ്കിലെ പാസ്ബുക്കും ക്രെഡിറ്റ് കാർഡിൻ്റെ നമ്പരും എന്നെ വിളിച്ച കോളുകളും എൻ്റെ ആ സാറിൻ്റെ നമ്പറുകളും എല്ലാം എടുത്ത് ഞാൻ എൻ്റെ ഈ ബാഗിനകത്ത് സുരക്ഷിതം വെച്ചിട്ട് ഞാൻ ഇതും കണ്ടാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത്. ഇവിടെ ഞാൻ രാവിലെ വന്നു, എൻ്റെ കൂടെ എനിക്ക് വഴി അറിയത്തില്ലായിരുന്നു എറണാകുളത്ത് നിന്ന് വരാൻ. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു അമ്മയെ കിട്ടി, ഇങ്ങോട്ട് വരാനാന്ന് പറഞ്ഞാൽ അമ്മയും ഞാനും കൂടെ ഒരുമിച്ച് ഇവിടെ വന്നു. ഇവിടെ വന്ന് അമ്മ ഉടമ്പടി എടുക്കാൻ അല്ല, അമ്മ പ്രാർത്ഥിച്ചു, അമ്മയങ്ങ് പോയി. ഞാനിവിടെ വന്ന് ടോക്കൺ എടുത്തു. ഇത്രയും ആൾത്തിരക്കല്ല, ഭക്തജനങ്ങളെന്ന് പറയാം ഞങ്ങളുടെ ഇതിൽ. അപ്പം ഇത്രയും ആൾക്കാരുള്ള ഇടത്ത് നമ്മൾ സാധാരണ ഒരു ബസ് സ്റ്റോപ്പിൽ നിന്നാൽ പോലും ഒരു ഫോൺ വിളിച്ചാൽ കേൾക്കാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയിൽ ഞാനിങ്ങനെ ഇതിനും നല്ല തിരക്കുള്ള സമയത്താണ് ഞാൻ ഉടമ്പടി എടുത്ത് അങ്ങോട്ട് നീങ്ങിയപ്പോൾ എനിക്കൊരു കോൾ വരുന്നു. ആ കോൾ ആദ്യം എനിക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ. അത് വീണ്ടും ഞാൻ കോൾ അറ്റൻഡ് ചെയ്തു. എന്നിട്ട് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, ഞാൻ കസ്റ്റമർ കെയറിൽ നിന്ന് വിളിക്കുവാണ്, ഇന്ന പോലെ മേഡത്തിൻ്റെ ക്രെഡിറ്റ് കാർഡിനെ സംബന്ധിച്ചാണ്, അതിൻ്റെ അന്വേഷണത്തിന് വിളിക്കുവാണെന്ന്. അന്നേരം ഞാൻ പറഞ്ഞു, ഇനി ഞാൻ എനിക്കിനി ഇതൊന്നും പറയാനില്ല, എൻ്റെ കാർഡ് എങ്ങനെയും ക്യാൻസലാക്കി തന്നാൽ മതി. അത് മേഡത്തിൻ്റെ കാർഡ് നമ്പരൊക്കെ അത് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ എന്ന് പറഞ്ഞു. അത് എല്ലാം കഴിഞ്ഞ് ഞാനിപ്പോൾ ഇതിനു മുമ്പ് ഞാൻ സൈബറിൽ കൊണ്ട് പരാതി കൊടുത്തപ്പോഴും പറഞ്ഞ കോടികൾ നഷ്ടപ്പെട്ടു പോയവരുടെ ഉണ്ട് പൈസ, അത് മേഡത്തിന് കിട്ടുമെന്നില്ല, പിന്നെ കംപ്ലയിൻറ്റ് കൊടുത്തിടാം, കാർഡ് ലാസ്റ്റ് എന്തെങ്കിലും ഇത് വരുമ്പം മേഡം കംപ്ലയിൻറ്റ് കൊടുത്തെന്നുള്ള ഒരു ഇതുണ്ട്, അങ്ങോട്ട് ഇത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലേ വേണ്ട. ഈ 60,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ നടക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നെഗറ്റീവായിട്ടാണ് വിട്ടത്. ഞാൻ പക്ഷേ അനിയത്തി പറഞ്ഞവരാണ് ഞാൻ വന്ന് ഇവിടെ ഉടമ്പടി എടുത്ത് അവിടെ നിന്ന് അങ്ങോട്ട് മാറിയപ്പോഴേ എനിക്ക് വിളി വന്നു. ഞാൻ ഉടമ്പടിക്കകത്ത് ആദ്യം വെച്ചത്. അന്നേരം എനിക്ക് തോന്നി എൻ്റെ മാതാവ് എന്നിൽ അനുഗ്രഹിച്ചു. ഞാനിവിടെ മണ്ണി കാല് കുത്തി ഉടനെ അനുഗ്രഹിച്ചു എന്നുള്ളത് എനിക്ക് ഞാൻ വേഗം 2 മണി 1:45 വരെ ആ കോള് ഞാൻ സംസാരിച്ചു. അന്നേരം എനിക്ക് എൻ്റെ മനസ്സിലുണ്ട്, എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റുമല്ലേ, ഞാൻ ഈ കസ്റ്റമർ കെയറുമായിട്ട് സംസാരിച്ചിരുന്നു കഴിഞ്ഞ് അമ്മ എൻ്റെ ഉടമ്പടി എടുക്കുന്നതിൽ നിന്ന് പിൻവലിക്കുവാണോ എന്നെല്ലാം എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി. പക്ഷേ ഓരോ ക്വസ്റ്റ്യനുകൾ ചോദിക്കുമ്പോൾ എനിക്കത് പറയാൻ പെട്ടെന്ന് സാധിച്ചു. എൻ്റെ ബാഗിൽ നിന്ന് ഞാൻ അക്കൗണ്ട് നമ്പർ എടുത്തു, ഞാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ നമ്പർ എടുത്തു, പോയ ഡേറ്റുകളെല്ലാം ഞാൻ നോക്കി പറഞ്ഞു. ഒരു ബുദ്ധിമുട്ട് ആ കേൾക്കുന്ന ആർക്കും ബുദ്ധിമുട്ട് വന്നില്ല, എനിക്കും ബുദ്ധിമുട്ട് വന്നില്ല. അതെല്ലാം മാതാവ് എനിക്ക് സാധിച്ചു വന്നു. ഞാൻ 20-ാം തീയതി ഡേറ്റ് വെച്ചു. 20-ാം തീയതിക്കുള്ളിൽ എനിക്കത് യാതൊരു വിധത്തിലുമുള്ള ബാധ്യതകളും ഇല്ലാതെ ആ കാർഡ് എനിക്ക് ക്യാൻസലാക്കി തരണേ എന്ന് പറഞ്ഞു. എല്ലാവരും പറഞ്ഞത് നടക്കുകയില്ല, അത് നമ്മൾ പൈസ അടയ്ക്കണം എന്നാണ് പറഞ്ഞത്. അന്നേരം ഞാനും അത് ഞാൻ മാതാവെ വിശ്വസിച്ച് ഞാൻ എടുത്തു. എനിക്ക് 18-ാം തീയതി ആയപ്പോഴത്തേക്ക് എനിക്ക് മെസ്സേജ് വന്നു, കാർഡ് ക്യാൻസലായെന്ന് പറഞ്ഞുള്ള മെസ്സേജ് വന്നു. എനിക്ക് ഇതിൽ കൂടുതൽ എനിക്കൊന്നുമില്ല. ഞാൻ പിന്നെ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോയി കഴിഞ്ഞ് പിറ്റേ ദിവസമാണെന്ന് തോന്നുന്നു, അച്ഛൻ രാവിലെ 5:30 മുതൽ അച്ഛൻ്റെ ഉടമ്പടി അത് ഞാൻ കേൾക്കുന്നുണ്ട്. മുട്ട കുത്തിയാണ് പ്രാർത്ഥന. ഞാൻ ആദ്യമായിട്ടുണ്ടാണ് ഞാൻ മുട്ട കുത്തി പ്രാർത്ഥിക്കുന്നത്. നേരത്തെ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ ബെഡിലിരുന്ന് ഞാൻ യൂട്യൂബിൽ നോക്കിയായിരുന്നു. ഇപ്പം മുട്ടി കുത്തി ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എൻ്റെ കാലിൻ്റെ മുട്ടിന് ആദ്യത്തെ ദിവസം വേദനയായിരുന്നു. ഇപ്പോഴെനിക്ക് ഒരു വേദനയില്ല. ഞാൻ തൈലം എടുത്ത് തേച്ച് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ കാര്യവും ഞാൻ 5 നില ബിൽഡിങ്ങിൻ്റെ മുകളിലേക്കുള്ള ഒരു ജോലി ചെയ്യുന്ന പിള്ളേർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എൻ്റെ മാതാവെല്ലാം എനിക്ക് നടത്തി തന്നു. ഇനി മുമ്പോട്ടും അത് കൊണ്ടുപോകും. നമുക്ക് മനുഷ്യനാൽ അസാധ്യമായതെല്ലാം ദൈവത്തിന് സാധിക്കും എന്നുള്ള ഒരു വചനം എൻ്റെ പ്രാബല്യത്തിൽ എനിക്ക് നടന്നു കിട്ടി. എൻ്റെ മാതാവിൽ ഞാൻ ജീവിതകാലം മുഴുവൻ ഞാൻ ഉടമ്പടിയിൽ തന്നെ ജീവിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുക. എൻ്റെ മാതാവല്ല എനിക്ക് ആരുമില്ല. വൈകിപ്പോയതിൽ എനിക്കൊരു ഖേദമുണ്ട്, ഇവിടെ വരാൻ വൈകിപ്പോയതിൽ. അപ്പം ഞാനിനിയും എവിടെ പോയാലും ഞാനിവിടെ വന്ന് ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ചിട്ടേ ഞാൻ പോവുള്ളൂ എന്നുള്ള എനിക്ക് യേശുവിനും നന്ദി, മാതാവേ നന്ദി. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ. യോഹന്നാൻ്റെ വിശ്വസുവിശേഷത്തിൽ അരുളി ചെയ്യുന്നത് പോലെ എങ്ങനെയാണ് രാധാദേവി എന്ന ഈ മകള് തനിക്ക് കിട്ടിയ അനുഭവങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുമ്പോൾ ഇത് സൈബർ സെല്ലിൽ പോലും താൻ പരാതി കൊടുത്തു, തനിക്ക് ലഭിക്കുന്നത് പോസിറ്റീവ് റിസൾട്ട് ആയിരുന്നില്ല. എന്നാൽ
ഇവിടെ വന്ന് ടോക്കൺ എടുത്തതേ ഉള്ളൂ, ഉടമ്പടി എടുത്തില്ല. അപ്പോഴേ തനിക്ക് സ്വർഗം തനിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന, സ്വർഗത്തിൻ്റെ വാതിൽ തനിക്ക് വേണ്ടിയിട്ട് തുറക്കുന്ന അനുഭവം എങ്ങനെയാണ് അമ്മയിലൂടെ തനിക്ക് ലഭിച്ചത്. ഇന്ന് തൻ്റെ ജീവിതത്തിൽ ഇനിയുള്ള കാലവുമൊക്കെ താൻ എങ്ങനെ എന്ത് ചെയ്യും, ഈ ഒരു അമ്മയുടെ സ്നേഹവും കരുതലും കിട്ടിയ മക്കൾ ആരും പിന്നീട് അമ്മയെ തള്ളി പറയില്ല. അതാണ് ഇന്ന് എത്രയോ മക്കൾ, അത് നാനാജാതി മതസ്ഥരാണ് ഇങ്ങോട്ട് കടന്നു വരുന്നത്. ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിൻ്റെ തണലിൽ, അമ്മയുടെ കരുതലിൽ നാം നിന്ന് കഴിയുമ്പോൾ ആ അമ്മ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അമ്മ മാറിപ്പോകില്ല. നാം മാറിപ്പോയാലും, നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കുമെന്നാണ് തിരുവചനം പറയുക. വീണ്ടും തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാനുണ്ടായ സാഹചര്യങ്ങൾ, തൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകൾ ഉണ്ടായത്, ഉടമ്പടിയിലൂടെ തനിക്ക് കിട്ടിയ നന്മകൾക്ക് ഈ മകൾ നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.